ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു ഫാമിലി ഡിന്നർ നൈറ്റ് വന്നതാട്ടോ. എപ്പോഴും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് നമ്മളിന്ന് പുറത്ത് വന്നതാണ് കേട്ടോ. ബോംബെ ഹൗസ് എന്നാണ് പേര്. എറണാകുളത്ത് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബോംബെ ഹൗസും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അവിടെ പോയിട്ടൊന്ന് ഇന്ന് ഡിന്നർ കഴിക്കാനല്ലേ വൈകക്കുട്ടി. നല്ല തണുപ്പുണ്ട്. 4 ഡിഗ്രിയാണിന്ന്. ശ്രീനേട്ടൻ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഹോട്ടലിൻ്റെ മുന്നിൽ പാർക്കിംഗ് ഇല്ല, മെയിൻ റോഡിൽ. അപ്പം ഞങ്ങളിങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബോംബെ ഹൗസിൽ ചെന്നിട്ട് കാണിക്കാട്ടോ. ചലോ. നമ്മൾ പബ്ലിക് ഏരിയയിലൊക്കെ പാർക്കിംഗ് ചെയ്യുമ്പോഴേ നമ്മൾ പാർക്കിംഗ് സ്റ്റിക്കർ എടുക്കണം. പെയ്ഡ് പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഇപ്പോൾ വണ്ടി ഇട്ടേക്കണേ. അപ്പം പൊതുവേ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ടിക്കറ്റൊന്നും വേണ്ട. കണ്ടോ ഇവിടെ നമുക്കിങ്ങനെ ഓരോ മണിക്കൂർ അനുസരിച്ചാണ് കേട്ടോ യൂറോസ്. എനിക്ക് തോന്നുന്നു 6 മണി കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ 7 പറയുന്നു ശ്രീനേട്ട. അപ്പോൾ ശ്രീനേട്ട നോക്കട്ടെ. ഗേൾസ്, ആർ യു എക്സൈറ്റഡ്? വീട്ടിലുണ്ടാക്കി തന്നാ വേണ്ട അല്ലേ? പുറത്തുനിന്ന് കഴിക്കാൻ എന്തൊരു ഉത്സാഹം. ഓഹോ സന്തോഷം. വീട്ടിലെ അച്ഛൻ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതൊന്നും അവർക്ക് വേണ്ട. കുട്ടികൾക്ക് തന്നെയല്ല, ഞങ്ങൾക്കും എനിക്കും എന്ന് പറയാം കേട്ടോ. ടിക്കറ്റ് കിട്ടിയോ ചേട്ടാ? കാണാൻ നിങ്ങൾക്ക് അറിയില്ല. കണ്ടോ, മറ്റന്നാ രാവിലെ വരെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. എത്ര യൂറോയ്ക്ക് എടുത്ത? 1 യൂറോയ്ക്ക് അല്ലേ? അടിപൊളി. ചലോ. അപ്പം ഇനി ഈ സ്റ്റിക്കർ ഒരെണ്ണം നമ്മുടെ കയ്യിലും ഒന്ന് നമ്മൾ വണ്ടിക്കുള്ളിലും കൊണ്ടുവെക്കണം. വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൻ്റെ മുന്നിൽ വെക്കണം, ആ മുന്നിലത്തെ ഡെക്കിൽ. എന്നാൽ എന്തെങ്കിലും ചെക്കേഴ്സൊക്കെ വരുവാണെങ്കിൽ അവർക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വിസിബിൾ ആയിട്ടാണ് വെക്കേണ്ടത്. ഇത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ എർലാംഗനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. സംഘം എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ ആദ്യമായിട്ട് ജർമ്മനിയിൽ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയിട്ട് വന്നപ്പം 1-2 ദിവസമൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. മതിയായിട്ടോ. ഇന്ത്യൻ ഫുഡിൻ്റെ പേരിൽ അവർ മനുഷ്യനെ പറ്റിക്കുകയാണ്. ഞങ്ങളതിന് ശേഷം പിന്നെ പോയിട്ടില്ല. അതാണ് ബോംബെ ഹൗസ്. നമുക്ക് നേരത്തെ ബുക്കൊക്കെ ചെയ്യാം, റിസർവ് ചെയ്യാം ടേബിൾ. ഇല്ലെങ്കിൽ വാക്കിനായിട്ടും വരാം കേട്ടോ. എല്ലാവരും ഉണ്ട്. ഓരോരുത്തരൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. എൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാംഗോ ലസ്സി എത്തി ഗൈസ്. താങ്ക് യു. ഇതാണ് പാപ്പടി ചാട്ട്. ഞാൻ ഫുൾ ചട്ടോരിയാണ് കേട്ടോ. എനിക്കിങ്ങനെ ചട്ടോരി സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വൈകാ കഴിക്കും. സൗപ്പുമാണ് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുക, ഞങ്ങൾ കഴിക്കട്ടെ. Bro, you're supposed to scoop it up. Here comes chili chicken and gobi 65. Look at each other like that. We always do that. We just get each other. I'm sorry, do that. Butter naan. Choose a product and I want to try this. I need to wait until 12 o'clock. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. ബാക്കി ഫുഡ് പാക്കും ചെയ്തു. അപ്പോൾ
നാളത്തേക്ക് ഇനിയും ലഞ്ചും ഒന്നും ഇല്ല ഗൈസ്. നാളെ ഇത് തന്നെ കഴിച്ചോണം. ഞങ്ങൾ വിചാരിച്ചത്ര നല്ല ഭയങ്കര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ ഭയങ്കര ഹൈപ്പായിരുന്നു ബോംബെ ഹൗസ്, നല്ല ഫുഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ പേഴ്സണൽ വ്യൂ കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഹോട്ടലിൻ്റെ റിവ്യൂ, റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ റിവ്യൂ ആയിട്ടൊന്നും ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. കഴിച്ചതിന് ശേഷം അത്ര സുഖം തോന്നില്ല. എന്തായാലും ബാക്കി ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാണ്. ഒത്തിരി ഇപ്പം നല്ല ഒരു ക്ലൈമറ്റ് മാതിരി കേട്ടോ, ഒത്തിരി തണുപ്പൊന്നുമില്ല. പിന്നെ എൻ്റെ പുറകിലത്തെ ആ ഒരു ടവർ കണ്ടോ, നല്ല രസമില്ലേ രാത്രിയിൽ. പിന്നെ എന്താ, ഇതൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അച്ഛനും മക്കളും ഒക്കെ നല്ല ജോളി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം എത്ര നേരത്തേക്കാന്ന് അറിയില്ല, പോകുന്ന വഴിക്ക് തന്നെ ഇപ്പം അടിയുണ്ടാക്കും. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് നേരത്തിനുള്ളിലാണ് ഇവരുടെ നിറം മാറുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഗൈസ് ഒരു ബൈ പറയൂ. അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ല കേട്ടോ. Mommy, it's No, it's not cold.